പടം ഒരു പക്ക ഒരു റീമാക്ക് അല്ലെങ്കിൽ ഷോയാന്ന് പറഞ്ഞാൽ റീമയുടെ പക്ക പെർഫോമൻസ്, റീമയുടെ ഒരു കംബാക്ക് ആണെന്നുണ്ടെങ്കിൽ പറയാം. നമുക്ക് ചില സീൻസൊക്കെ ഇമോഷണലി നല്ല രീതിയിൽ കണക്റ്റ് ആവും. ഇതിന് മുമ്പ് ഇറങ്ങിയ ബിരിയാണി ആ സിനിമകളൊന്നുമല്ല, ഇതിനകത്ത് ലാഗും കാര്യങ്ങളൊന്നുമില്ല. കണ്ട ഒരു അവാർഡ് മൂവിയാണെന്ന് പറയില്ല. നല്ല മേക്കിങ് കാര്യങ്ങളൊക്കെയാണ്, നല്ല ഫാസ്റ്റായിട്ടാണ് സിനിമ പോകുന്നത്. ഒരിടത്തും വലിയ ലാഗും കാര്യങ്ങളൊന്നും ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടിയൊന്നും ഇല്ല. ഇല്ലെങ്കിൽ ഇറങ്ങുമ്പോൾ ഇനി റിവ്യൂ ചോദിച്ചു നോക്ക്. നല്ല ഫാസ്റ്റാണ് ബിരിയാണി. ഈ ഡയറക്ടറുടെ ബാക്കി ഇറങ്ങിയ 2 സിനിമകൾ വെച്ച് നോക്കുമ്പോൾ, 2 സിനിമ കണ്ടെന്ന് ആ സിനിമ വെച്ച് നോക്കുമ്പോൾ ഇതെന്തായാലും കുറച്ചുകൂടെ ബെറ്ററാണ്. ഒട്ടും ബോറില്ല, ലാഗായിട്ട് ഫീൽ ചെയ്തില്ല. ബിരിയാണിയൊക്കെ എനിക്ക് കുറച്ച് ലാഗായിട്ടാണ് ഫീൽ ചെയ്തത്. ഇത് ആ ഒരു ലാഗ്നെസ് ഒന്നും കണ്ടില്ല. സിനിമ എന്താണ് ചേട്ടാ പടത്തിൽ ഇഷ്ടപ്പെട്ടത്? പിന്നെ പടത്തിൻ്റെ ഓരോ വരികൾക്കിടയിലൂടെ നോക്കിയാലും കുറേ കാര്യങ്ങളും കുറേ മെസ്സേജും അത് കൺവേ ചെയ്യുന്നുണ്ട്. റിമായുടെ പെർഫോമൻസ് വളരെ മനോഹരം. ഇപ്പോൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണോ? തീർച്ചയായിട്ടും. ഓക്കെ, വേറെ എന്താണ് ചേട്ടന് ഇഷ്ടപ്പെട്ട പടത്തിൽ എടുത്തു പറയാനായിട്ട് വേറെ? പിന്നെ സജിൻ ബാബുവിൻ്റെ മേക്കിംഗ് അത് വളരെ മനോഹരം. കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് നല്ല സിനിമകൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഈ പടം ഒരു മഹത്തായ അനുഭവമായിരിക്കും. ഞാൻ ആദ്യമായിട്ട് കാണുന്നു. നമ്മൾ ചെയ്യുമ്പം ഇങ്ങനൊരു സാധനം എക്സ്പെക്ട് ചെയ്തില്ലേ, നന്നായിട്ട് വന്നിട്ടുണ്ട്. സിനിമക്കല്ലെങ്കിലും അമ്മയുടെ പേരെന്താ എനിക്ക് അറിഞ്ഞോളാം. പുള്ളിയെത്തി നല്ല രസമാണ്. മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു. ഐ തിങ്ക് ലൈക്ക് കുറച്ചും കൂടെ ഇതാവായിരുന്നു. ബ്ലാക്ക് മാജിക് ഒക്കെ വർക്കൗട്ട് ആയത്. ബ്ലാക്ക് മാജിക് ആണ് കൾച്ചറിനെ ബ്ലെൻഡ് ചെയ്ത്. പക്ഷേ ഐ തോട്ട് ലൈക്ക് അവസാനത്തെ അടുത്ത് ഒരു കുറച്ച് ഉള്ളൊരു പാട്ടും കൂടെ വരുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അത് ഇമോഷണലി കണക്ട് ചെയ്യാം. റീമയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പെർഫോമൻസ്. ഹോസ്പിറ്റൽ സീൻസ് ഒക്കെ നമുക്ക് കണ്ടു. എല്ലാം ഇമോഷണലി വർക്കൗട്ട് ആയിട്ടുണ്ട്. എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് വർക്കായിട്ടുണ്ട്. നല്ല ഫിലിമാണ്. തിയേറ്റർ എന്ന് പറയുമ്പോൾ സജിൻ ബാബുവിൻ്റെ മുൻപുള്ള 3 സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല മൂവിയാണ്. പുള്ളിയുടെ ടു ദ ഡെസ്ക്, അയാൾ, ശശി, പിന്നെ ബിരിയാണി 3 സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 4ാമത്തെ ഫിലിമാണ് ഞാൻ കാണുന്ന സിനിമ. അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുന്ന ഫിലിമാണ്. പിന്നെ ഒരുപാട് നല്ല മെസ്സേജ് കൊടുക്കുന്ന സിനിമയാണ്. നമുക്ക് മനുഷ്യന് വിശ്വാസമാകാം, പക്ഷേ അന്ധവിശ്വാസം ആകരുത്. ഇല്ല, നമുക്ക് ഒരു അസുഖം വന്നാൽ ഡോക്ടറെ അടുത്ത് തന്നെ പോകണം. ഡോക്ടർ കൊടുക്കുന്ന മരുന്ന് കൊണ്ട് തന്നെ രോഗം മാറുള്ളൂ. അതൊരു കാര്യം പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫണ്ട് റൈസിങ്, നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഒരാളിനെ രക്ഷപ്പെടാൻ, രോഗമായാലും എന്തായാലും രക്ഷപ്പെടുത്താൻ വേണ്ടി 10 കോടി 15 കോടിയൊക്കെ പുറത്തുനിന്ന് വിദേശത്തുള്ള ആൾക്കാരെല്ലാം കൂടെ ഫണ്ട് റൈസ് ചെയ്ത ആൾക്കാരെ സഹായിക്കുന്ന അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ ആരൊക്കെ മുതലെടുപ്പ് നടത്തുന്നു ആ കാര്യം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നതാണ് ഈ പറഞ്ഞ വിദേശത്തു നിന്ന് 10 കോടിയുടെ മരുന്ന് വരുത്തി 15 കോടിയുടെ മരുന്ന് വരുത്തി ആളെ രക്ഷപ്പെടുത്തിയിരുന്നു. അതും ആൾക്കാർ സഹായിച്ചിട്ടാണ്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ 15 കോടിയുടെ മരുന്നിൽ ചിലപ്പോൾ മരുന്നിന് ചിലപ്പോൾ 5 കോടി 2 കോടി ആയിരിക്കും. ബാക്കി 13 കോടി ഈ ആശുപത്രിയും ഫാർമസി കമ്പനിയും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആയിരിക്കും. അത് ആർക്കൊക്കെ വിഹിതം വയ്ക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഈ സിനിമ പെർഫോമൻസ് റിമയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രം തന്നെയാണ്. 22 FK കഴിഞ്ഞാൽ എനിക്ക് റിമയുടെ ഏറ്റവും നന്നായിട്ട് ചെയ്ത മൂവി ഇതാണെന്ന് പറയാം. പിന്നെ ഒപ്പം ചെയ്ത നമ്മുടെ സരസാ ബാലുശ്ശേരി, അവരുടെ അമ്മയായിട്ട് ചെയ്ത ക്യാരക്ടർ, പിന്നെ ഡ്വെയിൻ, അങ്ങനെ പിന്നെ കുറേ പേര്, അവരുടെ എല്ലാം പെർഫോമൻസ് കൊണ്ട് നല്ല ഇതാണ്. പിന്നെ സജിൻ ബാബുയുടെ പുള്ളിയുടെ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും എല്ലാം വളരെ നന്നായിട്ട് ചെയ്യുന്നത്, വൃത്തിയായിട്ട് ചെയ്യുന്നത്. പിന്നെ ക്യാമറ, സൗണ്ട് ഇതെല്ലാം നല്ല ഇതാണ്. നല്ലൊരു ഒരു യാതൊരു മുഷുമില്ലാതെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഫിലിമാണ്. ഫസ്റ്റ് ഹാഫ് വരെ വളരെ സ്പീഡിൽ പോകും. സെക്കൻഡ് ഹാഫ് സിനിമ ഇച്ചിരി വലിയും. എന്നാലും നല്ലൊരു സോഷ്യലി മെസ്സേജുള്ള നല്ലൊരു മൂവി. സിനിമ എനിക്കിഷ്ടപ്പെട്ടു. കൊള്ളാം. എന്നുവെച്ചാൽ കൊമേഴ്ഷ്യൽ സിനിമ ആക്സ്പെക്റ്റിലാണത്. പക്ഷേ റിയലിസ്റ്റിക് പടം എന്നുള്ള രീതിയിലാണെങ്കിലും അവസാനം കുറച്ച് സിനിമാറ്റിക് ആവുന്നുണ്ട്. പക്ഷേ സിനിമ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. ഈ സിനിമയിൽ തന്നെ എന്നുവെച്ചാൽ സാമ്യമുള്ളതെന്ന് വെച്ചാൽ ഈ റിയലിസ്റ്റിക് മോഡ് അത് മാത്രമേ സാമ്യമുള്ളത്. പക്ഷേ ഇതിലേക്ക് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണെങ്കിലും കുറച്ചുകൂടെ മേക്കിങ്ങിലാണെങ്കിലും കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ട്. നമുക്കല്ലെങ്കിൽ ഒരു അവാർഡ് കിട്ടില്ല. ആ അവാർഡിന് ഏറ്റവും ആപ്റ്റപ്പെട്ടത് ഇതന്നെ റിമാക്കല്ലെങ്കിൽ. തുറക്കട്ട അവസാനം വരെ സിനിമ കൊണ്ടുവന്നിട്ട് റിമാക്കല്ലെങ്കിലും 2-3 പേരുമാണ്. പുള്ളി കൊള്ളാം.